പെരുന്നാളിനൊരു ഡെസേർട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ സിസ്റ്ററിലാണ് ഈ ഡിഷ് സജസ്റ്റ് ചെയ്തത്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണേ, അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഗീയിൽ ഞാൻ റോസ്റ്റ് ചെയ്തത് കാഷ്നട്ടിൻ്റെ കൂടെ ബദാമാണ്. കിസ്മിസ് എടുക്കാം കേട്ടോ. വെർമിസ്ലി ഐദർ ഈ ടൈപ്പ് അല്ലെങ്കിൽ നമ്മൾ പായസമൊക്കെ എടുക്കുന്ന ലോങ് വണ്ണിൽ അത് കട്ട് ചെയ്ത് പീസസ് ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് പഴമാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. പഴം പഴുത്ത പഴമാണെങ്കിൽ അടിപൊളിയായിരിക്കും. പക്ഷേ അന്ന് ഞാൻ രാവിലെയാണ് ഡിസൈഡ് ചെയ്തത്. അപ്പോൾ എനിക്ക് കിട്ടിയ പഴം അത്ര പഴുത്തിട്ടുണ്ടായിരുന്നില്ല, വേറെ ചോയ്സ് ഉണ്ടായിരുന്നില്ല. ഇനി പാല് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഏലക്കാപ്പൊടിയും ആവശ്യമുള്ള മധുരവും ചേർത്തതിന് ശേഷം റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെർമിസ്ലി ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് അപ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് 5 മിനിറ്റ് അടച്ച് വെച്ചു. ആ ചൂടിൽ കിടന്ന് വെർമിസ്ലി വെന്തോളും. ഇനിയൊന്നുമില്ല, എല്ലാം ഒന്നിന് മുകളിൽ ഒന്നായിട്ട് സെറ്റ് ചെയ്താൽ മതി. സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നും ഇതെന്താ വെർമിസ്ലി പായസമാണോ എന്ന്. പക്ഷേ അങ്ങനെയല്ല. സെറ്റ് ചെയ്ത് 1 മണിക്കൂർ കഴിഞ്ഞ് സെർവ് ചെയ്യുമ്പോഴേക്കും ഇത് കുറച്ച് ഉറച്ചിട്ടുണ്ടാവും. കട്ട് ചെയ്ത് പീസസ് ആയിട്ടാണ് സെർവ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ അതിൻ്റെ വീഡിയോ തിരക്കിനിടയിൽ എടുക്കാൻ വിട്ടുപോയി. മൊത്തത്തിൽ ഡെസേർട്ട് നല്ല ടേസ്റ്റി ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നിയത് പഴം പഴുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് വേറൊരു ലെവലിലിട്ട് എത്തിയേനെ കേട്ടോ. എങ്കിലും ഇതിനൊരു പുതിയ ഡിഷ് ട്രൈ ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷത്തിലായിരുന്നു ഞാൻ.